പൗരാണിക ഭാരതത്തിൽ നയതന്ത്രജ്ഞൻ, രാഷ്ട്രതന്ത്രജ്ഞൻ, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, സാമൂഹ്യ ശാസ്ത്രജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ് ചാണക്യൻ. ഒരു വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് അഗാധമായ അറിവുണ്ടായിരുന്നു. ജീവിതത്തിൽ വിജയം കൈവരിക്കാനായി ചാണക്യൻ ചില നയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അത് ഇന്നത്തെ കാലത്തും ആളുകൾ അവരുടെ ജീവിതത്തിൽ കൈക്കൊള്ളുന്നു. ഈ നയങ്ങളാണ് ചാണക്യനീതി. നിരവധി കാര്യങ്ങൾ ചാണക്യനീതിയിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് പിന്തുടരുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ വിജയം നേടാനും സന്തോഷകരമായി ജീവിതം നയിക്കാനും കഴിയും. ദാമ്പത്യത്തെ പറ്റി ധാരാളം കാര്യങ്ങൾ ചാണക്യനീതിയിൽ പരാമർശിക്കുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണമെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. പ്രത്യേകിച്ച് പുരുഷന്മാർ ചില കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണം. ഭാര്യമാരോട് പോലും ഈ കാര്യങ്ങൾ പങ്കുവെക്കരുത്. ചാണക്യൻ പറയുന്ന അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഭർത്താവ് തന്റെ ബലഹീനതകൾ എപ്പോഴും ഭാര്യയിൽ നിന്ന് മറച്ചു വെക്കണമെന്ന് ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ബലഹീനത ഒരിക്കലും മറ്റുള്ളവരോട് പറയരുത്. കാരണം ഭർത്താവിന്റെ ദൗർബല്യം മുതലെടുത്ത് ഭാര്യ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റും. അതുമൂലം നിങ്ങൾക്ക് വീട്ടിലും സമൂഹത്തിലും അപമാനം നേരിടേണ്ടി വന്നേക്കാം. ചാണക്യന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സന്തോഷകരമായി ദാമ്പത്യ ജീവിതം വേണമെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഭാര്യയോട് വെളിപ്പെടുത്താതിരിക്കുക. യഥാർത്ഥത്തിൽ ഭാര്യമാരാണ് കൂടുതലും പണം സംരക്ഷിച്ചു വെക്കേണ്ടത്. എന്നാൽ പലപ്പോഴും ഭർത്താവിന് കൂടുതൽ വരുമാനമുള്ളപ്പോൾ അവരുടെ ചിലവ് തടയാൻ അവർക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. ഇത്തരം ഘട്ടത്തിൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിക്കുകയും പണത്തിന്റെ ക്ഷാമം നേരിടേണ്ടി വരികയും ചെയ്യുന്നു. ജീവിതത്തിലെ ഓരോ വ്യക്തിയും അവന്റെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യണമെന്ന് വേദഗ്രന്ഥങ്ങൾ പറയുന്നു. ദാനം ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് പുണ്യം ലഭിക്കും. ദാനത്തെക്കുറിച്ച് ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പുരുഷന്മാർ എപ്പോഴും ദാനങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നു. ദാനത്തെക്കുറിച്ച് ഭാര്യയോട് പോലും പറയരുത്. നിങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു. ഒരു പുരുഷൻ അബദ്ധവശാൽ പോലും തന്റെ അപമാനത്തെക്കുറിച്ച് ഭാര്യയോട് പറയരുത്. കാരണം ഒരു ഭാര്യയ്ക്കും ഭർത്താവിന്റെ അപമാനം സഹിക്കാൻ കഴിയുകയില്ല. അതിന് പ്രതികാരം ചെയ്യാതെ അവൾക്ക് സമാധാനം ലഭിക്കില്ല. ഇതുമൂലം പലപ്പോഴും നിങ്ങൾക്കിടയിൽ തർക്കങ്ങളും നടന്നേക്കാം. അതിനാൽ അപമാനങ്ങളെക്കുറിച്ചോ വഴക്കുകളെക്കുറിച്ചോ നിങ്ങളുടെ ഭാര്യമാരോട് പറയാതിരിക്കുക. ചാണക്യൻ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടാകുമ്പോൾ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കണം. നമ്മുടെ ദുഃഖത്തിന്റെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ നമ്മൾ പരിഹാസത്തിന് പാത്രമാകും. ആരോടാണോ നാം നമ്മുടെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നത്, ഭാവിയിൽ അവരുമായി പിണക്കമുണ്ടായാൽ അവർ നമ്മുടെ സങ്കടങ്ങളും രഹസ്യങ്ങളും മറ്റുള്ളവരോട് പരസ്യമാക്കാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തി തന്റെ ചിന്തകളും പദ്ധതികളും അബദ്ധവശാൽ പോലും ആരുമായും പങ്കിടരുതെന്ന് ചാണക്യനീതിയിൽ പറഞ്ഞിട്ടുണ്ട്. തന്റെ പദ്ധതികൾ മറച്ചുവെച്ച് സംരക്ഷിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. കാരണം നിങ്ങളുടെ പദ്ധതികൾ അറിഞ്ഞ് അത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചേക്കാം. ഇത് നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. ഒരിക്കലും ശത്രുവിനെ വിശ്വസിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങളുടെ സുഹൃത്തിനെ പോലും അന്ധമായി വിശ്വസിക്കരുതെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം എന്നെങ്കിലും നിങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അവർ മറ്റുള്ളവർക്ക് മുന്നിൽ പരസ്യമാക്കിയേക്കാം. അതുമൂലം നിങ്ങൾക്ക് മാനഹാനി നേരിടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ വലിയ രഹസ്യങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത്.